السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനുൽ ഷരീഫിന്റെ പവിത്രമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നാം നോറ്റ നോമ്പുകൾ അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഖുർആൻ പാരായണം, മറ്റുള്ള സൽക്രമങ്ങൾ മുഴുവനും അല്ലാഹു സ്വീകരിക്കട്ടെ. മഗ്ഫിറത്തിന്റെ പത്തിൽ അല്ലാഹു പുറത്തു കൊടുക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് വരാനിരിക്കുന്നത് നമുക്കറിയാം, അതിമനോഹരമായ ശ്രേഷ്ഠതയുള്ള എഴുത്തിക്കാഫിരിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു പത്താണ് അവസാനത്തെ പത്ത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളിൽ അതിമനോഹരമായ രാത്രികളിലുള്ള രാവാണ് പരിശുദ്ധമായ അവസാനത്തെ പത്ത്. നമുക്ക് മനോഹരമായ രാത്രി നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്. അഥവാ റമദാൻ 27, 26 രാത്രി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ രാത്രിയാണെന്ന് പണ്ഡിത മഹത്തുക്കൾ വളരെ മുഖ്യമായി കണക്കാക്കിയ രാത്രിയാണ് 27. ആ 27 ലൈലത്തുൽ ഖദർ 83 വർഷം ആരാധന ചെയ്ത പുണ്യമായ പ്രതിഫലം കിട്ടുന്ന ഒരു മനോഹരമായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തിലൂടെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. പരിശുദ്ധമായ ഖുർആനിലൂടെ ആ ഒരു ഖദറിനെ സംബന്ധിച്ച്, ആ ഒരു രാത്രിയെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് വിശദമാക്കി തന്നിട്ടുണ്ട്. 1000 മാസത്തേക്കാൾ ആരാധന ചെയ്താൽ പുണ്യമുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയപ്പെടുന്ന മനോഹരമായ രാത്രി. എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ രാത്രി നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ. ആ രാത്രിയിൽ നാം ചെയ്യേണ്ട ആരാധനകളാണ് ദാനധർമ്മങ്ങൾ ചെയ്യുക, നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക, പരിശുദ്ധമായ ഖുർആൻ ധാരാളമായി നമ്മൾ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ സിലത്തുർ റഹ്മ, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. ഇന്ന് മിക്ക കുടുംബബന്ധങ്ങളും അകന്നുകൊണ്ടിരിക്കുന്ന, ശിഥിലമാകുന്ന ഒരവസ്ഥയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിലെ അതിമനോഹരമായ രാത്രി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കുടുംബബന്ധം ചേർത്തിരിക്കണം. ഒരാൾ കുടുംബബന്ധം ചേർത്താൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് 2 കാര്യം ലഭിക്കും. നിങ്ങളെ ആയസ് നിങ്ങൾക്ക് ദീർഘം കിട്ടും, ആയസ് നിങ്ങൾക്ക് ദീർഘമായി ലഭിക്കും. അതുപോലെ തന്നെ ഭക്ഷണ വിശാലത നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മുത്തായ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ലൈലത്തുൽ ഖദർ കിട്ടാത്ത 4 വിഭാഗം ആളുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത ആളുകളുണ്ട്. അതിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകരുത്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് മുദ്മിനുൽ ഖംർ, മദ്യപാനി. അവൻ മദ്യപാനം നിർത്താതെ, അതിൽ നിന്ന് മടങ്ങാതെ, പശ്ചാത്താപിച്ച് മടങ്ങാതെ ഒരിക്കലും ലൈലത്തുൽ ഖദറിന്റെ ആ വിഭാഗങ്ങളിൽ അവൻ പെടുകയില്ല. മറ്റൊന്നാണ് ഉഖൂഖുൽ വാലിദൈനി, മാതാപിതാക്കളെ ഉറപ്പിക്കുന്ന വ്യക്തി എന്ന് പറയപ്പെടുന്നത്. മാതാപിതാക്കളെ ഉറപ്പിച്ചാൽ അവനും ലൈലത്തുൽ ഖദർ ലഭിക്കാത്തവനായി പോകുമെന്നാണ് പണ്ഡിത മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നത്. മറ്റൊന്ന് ഖാത്തിഉർ റഹ്മ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ, അവനും ലൈലത്തുൽ ഖദറിൽ പെടുകയില്ല. മറ്റൊന്ന് മുഷാഹിൻ എന്ന് പറയപ്പെടുന്ന വിഭാഗമാണ്. മനസ്സിൽ വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടന്ന് തന്റെ സഹോദരനോട്, തന്റെ അയൽപക്കത്തുള്ളവരോട് വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടക്കുന്നവൻ, അങ്ങനെയുള്ളവരും ഈ ലൈലത്തുൽ ഖദറിന് അവകാശിയാവുകയില്ല. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് പറയപ്പെടുന്ന 1000 മാസം, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമുള്ള ഒരു രാത്രിയാണ് മുത്തുനബിയുടെ സമുദായത്തിന് അള്ളാഹു സമർപ്പിച്ചിട്ടുള്ളത്. ശരാശരി 60 വയസ്സാണ് നമുക്കുള്ളത്. എന്നാൽ 1000 മാസം നമ്മൾ ജീവിക്കുക എന്നുള്ളത് അതിമനോഹരമായ ശ്രേഷ്ഠതയുള്ള, നമുക്ക് അള്ളാഹു കനിഞ്ഞരുളുന്ന അങ്ങനത്തെ ഒരു രാത്രി അള്ളാഹു നമുക്ക് തന്നത് നമുക്ക് ആരാധന ചെയ്യുവാനാണ്. അതുകൊണ്ട് 1000 മാസം ഇബാദത്തെടുത്താൽ കിട്ടുന്ന ഒരൊറ്റ രാത്രി അള്ളാഹു നമുക്ക് സമാനമായി നൽകുകയാണ്. 27 രാവ് നമ്മളിലേക്ക് കടന്നു വരുന്നു. ആ ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തരുത്, ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആരാധന കൊണ്ട് ധന്യമാക്കേണ്ട രാത്രിയാണെന്ന്
അന്നത്തെ രാത്രി നമ്മൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അന്നത്തെ തറാവീഹ് നിസ്കരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു, നബിയെ, ലൈലത്തുൽ ഖദർ എന്നാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത്? ഇൻഷാ അല്ലാഹ് നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആയിഷ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയായി കഴിഞ്ഞാൽ നീ പ്രാർത്ഥിക്കണം. ഒരു മനോഹരമായ പ്രാർത്ഥന ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് നമ്മൾ അന്നത്തെ രാത്രിയിൽ ധാരാളമായി പ്രാർത്ഥിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുത്തു, ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹു മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ആയിഷ, എന്നെ തൊട്ട് നീ മാപ്പ് ചെയ്യണേ എന്ന് അള്ളാഹുവിനോട് നീ ദുആ ചെയ്യണം. ഓരോ അടിമകളും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുവെ, ദൈനംദിനം പല ജല്ലാത്തുകളും നമ്മിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നവരാണ്, പല വീഴ്ചകളും പല പോരായ്മകളും നമ്മിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ രാത്രിയിൽ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട ഒരു അതിമനോഹരമായ പ്രാർത്ഥനയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ആരും മറക്കരുത്. ഈ പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത അതിമനോഹരമായ പ്രാർത്ഥന ഞാൻ ഒന്നും കൂടി പറയാം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതാണ് മനോഹരമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥന നാം മറക്കരുത്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയായി കഴിഞ്ഞാൽ നമ്മളിലേക്ക് ചില അർവാഹുകൾ കടന്നു വരുമെന്ന് പണ്ഡിത മഹത്തുകൾ രേഖപ്പെടുത്തുന്നു. ആ അർവാഹുകൾ ഒരുപക്ഷെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ അർവാഹുകളാകാം. അതല്ലെങ്കിൽ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അർവാഹാം. അതല്ലെങ്കിൽ റൂഹുല്ലാ ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹായിരിക്കാം. അതുകൊണ്ട് നേരം പുലരുന്നത് വരെ മലക്കുകൾ ഇറങ്ങിക്കൊണ്ട് നമ്മെ മുസഹഫത്ത് ചെയ്യുകയും ആ സുബഹി ജമാഅത്തിൽ അവർ പങ്കെടുക്കുകയും അതുപോലെ തന്നെ അന്നത്തെ മഗ്രിബിക്ക് മറ്റൊരു വിഭാഗം മലക്കുകൾ പങ്കെടുക്കുകയും ചെയ്യും. അവരാണ് അന്നത്തെ റിക്കാർഡുകൾ, രേഖകൾ മുഴുവനും കണക്കാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അത് സമർപ്പിക്കുക. അതിമനോഹരമായ രാത്രി ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. അന്നത്തെ രാത്രി നമ്മൾ വർദ്ധിപ്പിക്കേണ്ട മറ്റൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അഫ്ളല ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അഫ്ളല ദിക്ർ ധാരാളമായി നമ്മൾ വർദ്ധിപ്പിക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദിക്ർ ധാരാളമായി നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുക, നിസ്കരിക്കുക, അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇതെല്ലാം ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നാം ചെയ്യേണ്ട അതിമനോഹരമായിരിക്കുന്ന ആരാധനകളാണ്. പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ കാണാം, ലൈലത്തുൽ ഖദറിന്റെ അന്ന് മലക്ക് പ്രവേശിക്കാത്ത രാത്രി, മലക്കുകൾ കടന്നു വരാത്ത രാത്രി നമുക്ക് പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ കാണാം. ദാറും ഫീഹി ഖൽബുൻ, നായയുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല. അതുപോലെ തന്നെ ദാറും ഫീഹി സുവറു വൽ അസ്നാമു, ബിംബങ്ങള്, അതുപോലെ തന്നെ പക്ഷികളുടെ, ആനകളുടെ, മറ്റു മൃഗങ്ങളുടെ ഫോട്ടോകളുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല. അതുപോലെ തന്നെ ദാറും ഫിയാ ഷാരിബുൽ ഖംർ, മദ്യപാനിയുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല. അതുപോലെ തന്നെ ഖാതിഉർ റഹ്മ, അതുപോലെ മദ്യപാനി, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ, ജനാപത്തുള്ളവരായി അന്നത്തെ രാത്രി നമ്മൾ നിലകൊണ്ടാൽ, ശുദ്ധിയില്ലാത്തവരായി അന്നത്തെ രാത്രി നമ്മൾ നിലകൊണ്ടാൽ ആ വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നും ലൈലത്തുൽ ഖദറിൽ പെടാതെ നമ്മളാരും പോകരുതേ എന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 1000 മാസത്തേക്കാൾ ഉത്തമമുള്ള ഖൈറായ രാത്രിയിൽ ധാരാളം ആരാധനകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആ ലൈലത്തുൽ ഖദറിന്റെ അവകാശികളായി അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു ഖൈറ പ്രതിഫലം നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ നന്മ നിങ്ങൾ മറ്റുള്ളവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു തആല അതിന്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് തരും.
എന്ന വസിയത്തോടുകൂടി നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.